ഏട്ടാ കുഞ്ഞമ്മയുടെ മോള് പ്രസവിച്ചു അവിടെ പോണം. നിന്റെ ഒരു ഒടുക്കത്തെ കുഞ്ഞമ്മമാര്. ഇത് ഏത് കുഞ്ഞമ്മ ഏത് മോള്? കസ്തൂരി അമ്മയുടെ മോള് പ്രസവിച്ചു. പെങ്കൊച്ചാണ്. പിന്നെ ഒരു ഉടുപ്പ് വാങ്ങണം, കരിവള മേടിക്കണം, പിന്നെ ഒരു സ്വർണത്തിന്റെ മാലയും കൊടുക്കണം. സ്വർണത്തിന്റെ മാല എന്തിനെ? പിന്നെ കൊടുക്കണ്ടേ? ഇടി ഇത്ര പോകുന്ന കൊച്ചല്ലേ, അതുകൊണ്ട് അത് ഒരു വർഷം കഴിയട്ടെ, പിറന്നാളൊക്കെ ആകുമ്പോ വാങ്ങിച്ചു കൊടുക്കാം. ദേ എനിക്ക് ദേഷ്യം വരും കേട്ടോ. ആ കൈ കൊണ്ടൊന്ന് ഇച്ചിരി കൂട്ടസിട്ടേരാ. കളിച്ചെന്റെ ഡാഡി എങ്ങനെയുണ്ട്? നല്ല കളറല്ലേ? കുഴപ്പമില്ല. എന്ത് കുഴപ്പമില്ല, നല്ലതല്ലേ? ആ നല്ല തന്നെ, നല്ല തന്നെ, നല്ല തന്നെ. ഏയ് ക്ലീറ്റസ് ആണല്ലോ. എന്താ ഭയങ്കര ഗമയിലട്ടോ. എന്താ ഇരിപ്പ് നോക്ക്. ഇതെന്താ പുസ്തകം? പഠിക്കാൻ ചേർന്നോ? ഇതെന്താ പുസ്തകമായിട്ട്, പഴയ പുസ്തകങ്ങളായിട്ട്? ചേട്ടാ പുതിയ ബിസിനസ് ആണോ? എന്തായാലും എന്തെങ്കിലും തുടങ്ങുന്നതല്ല. പഴയ ബുക്ക് വേണമെങ്കിൽ ഞാൻ തരാം. PSCയുടെ എന്റെ ബുക്കുകളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. എന്തായാലും ഞാൻ തോക്കും. ക്ലീറ്റ ചേട്ടൻ്റെ അടുത്തോ? നിനക്ക് അങ്ങനെ ഒരു മോഹം ഉണ്ടെങ്കിൽ പറഞ്ഞൂടെ, ഇവിടെ ചോദിച്ചൂടെ, അവള് എടുത്തു തരൂലേ? എടേ നീ എന്തെങ്കിലും ഒഴിഞ്ഞിട്ട് പോടോ. ഞാൻ ആരാണെന്നും നീ ആരാണെന്നും ഞാൻ എന്താകുമെന്നും നീ എന്താകുമെന്നും കാലം തെളി. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്ര ഭയാനകമായിട്ടുള്ള ഒരു വേർഷൻ ഇതാദ്യമായിട്ടാണ്. എന്നുവെച്ചാ വട്ടാണ്, തലയ്ക്ക് സുഖമില്ല. ഇതെന്താ ഇവിടെ ഇതെന്താ ക്ലീറ്റോ? ഇതെന്താ തലയ്ക്ക് വെളിവില്ലേ? ഇത് എന്ത് കാര്യത്തിന് ഈ ബുക്കൊക്കെ മേടിച്ചിട്ട് വന്നേക്കണേ? ഇന്നലെ മേടിച്ചിട്ട് വന്നു 2-3 ഇത് എന്റെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സംഭവങ്ങളാണ് കേട്ടോ. പലർക്ക് സാധനം മേടിച്ചിട്ടോ അരി മേടിച്ചിട്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനെ പൈസ ഇല്ല. ഇതൊക്കെ മേടിക്കാൻ പൈസ ഉണ്ടല്ലോ. ഇതൊക്കെ എന്നെ അടുത്ത് കത്തിച്ചോളാം, നോക്കിക്കോ. തങ്കം, പൈസ മാത്രമല്ല, പൈസ കൊണ്ട് ആഹാരം മാത്രം കഴിച്ചാൽ പോരാ, കുറെ അറിവുകൾ നമ്മൾ നേടാനുണ്ട്. അറിവ് കിട്ടണമെങ്കിൽ ഇങ്ങനെ കെട്ടി വെച്ചാൽ പോരെ. ഇന്നലെ കൊണ്ടുവന്നത് ദേ ഇരിക്കണു. എന്തെങ്ങനെ വെച്ചേക്കണേ? ഇന്നലെ കൊണ്ടുവന്ന് നിന്നെ ഉപദ്രവം വല്ലതും ചെയ്ത? ഇല്ലല്ലോ. അവിടെ ഒന്നും വെക്കാൻ പറ്റില്ല. കൊണ്ടുവന്നേ. കളിക്കരുത്. ഓരോ പ്രാന്ത ഓരോ നേരം. ഇതിപ്പോ എനിക്ക് എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് എനിക്ക് അത്യാവശ്യമാണ്. ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം വഴിമുട്ടും. ഞാൻ വഴിമുട്ടിക്കും. കുറച്ച് ഏകാഗ്രത എനിക്ക് വേണം. അതിവിടെ കിട്ടുമോ? കിട്ടിയില്ലെങ്കിൽ ഞാൻ ഉള്ളിടത്തേക്ക് പോവാതെ തേടി. എന്തെങ്കിലുമൊക്കെ കാണിക്കും. നിങ്ങൾ നന്നാവൂല. ഞാൻ പിന്നെ പറഞ്ഞു. ഇവൻ എന്ത് കാട്ടി കിടക്കണ പട്ടിമുള്ള നിക്കണ പോലെ. എടാ കനക, എഴുന്നേറ്റേ. എഴുന്നേക്കാൻ ഒരു സംഭവം ഉണ്ടോ? നീ എഴുന്നേക്കടാ. എന്ത് സംഭവം? സംഭവം നീ അറിഞ്ഞില്ല? അപ്പൊ ഒന്നും ന്യൂസാണ്. ന്യൂസല്ല, അങ്ങനെ എഴുന്നേക്കുന്നു. എന്താണ് ഈ കാണിക്കണത്? നീ ഇതൊന്ന് വായിച്ചു നോക്കിയടാ. നീ ഇത് വായിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നിന്റെ പിടുത്തം വിട്ടു. വായിച്ചേ, നോക്കിയത്. എടാ ക്ലീറ്റസിന് അവാർഡെന്ന് വായിക്കും നീ. ഇത് ചെറുകഥാ പുരസ്കാരം ക്ലീറ്റോക്ക്. ചെറുകഥാ പുരസ്കാരോ? എടാ അവൻ എഴുതിയ കഥയുണ്ട് ഫുള്ളായിട്ട്. അവൻ 1ാം സമ്മാനം കിട്ടിയ വാർത്തയാണിത്. കണ്ട, ടൗൺ ഹാളിൽ ഗംഭീര പരിപാടിയിൽ വെച്ചിട്ടാണ് ഇത് കൊടുക്കണം. 25,000 രൂപ അവാർഡ് തുകയും പ്രശസ്തി പത്രവും ശില്പവും. കണ്ട, ഭയങ്കര റിപ്പോർട്ടായിട്ടുണ്ടത്. എന്നോട് മറ്റേ പ്രതാപൻ ചേട്ടൻ പറഞ്ഞടാ ക്ലീറ്റോന് അവാർഡ് ഉണ്ടല്ലോ കഥക്കെന്ന് പറഞ്ഞു. ഞാൻ കളിയാക്കിയായിരുന്നു ഓർത്ത്. പക്ഷെ പത്രം മേടിച്ച് നോക്കിയപ്പോഴല്ലേ ഇതെങ്ങനെ സംഭവിച്ചു? അവന് ഇതുപോലെ കഴിവുമല്ലോ ഉണ്ടായി. പഠിക്കണ സമയത്തൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ ഏതൊക്കെ പഠിക്കണ സമയത്ത് പുറത്ത് ചാടൂലേ? പെട്ടെന്ന് ഒരു ദിവസം ഇതുപോലെ കഥയൊക്കെ എഴുതാന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമാണ്. എന്തായാലും ഗംഭീര സംഭവമല്ലേ ഇത്? ഭയങ്കര സംഭവമാണിത്. കാരണം ഇത് നിസാരക്കാരല്ല അതിൽ പങ്കെടുത്തേക്കണ. വലിയ വലിയ ആളുകളാണ് ജൂറിയൊക്കെ. ഇവന് വലിയ രാഷ്ട്രീയ ഇടപെടൽ നടത്തി മേടിച്ചതായിരിക്കും ഇത്. ഇല്ലല്ലേ? അതിനൊന്നുള്ള കഴിവില്ല.
കഥ ഉണ്ടായില്ല. മാത്രല്ല ഈ സാഹിത്യകാരന്മാരുടെ അടുത്ത് ഈ വക പരിപാടികൾ നടക്കൂല. പക്ഷെ ഇവനോട് സംസാരിക്കണ ഭാഷയല്ലാട്ടാ എഴുത്തില്. പെട്ടെന്ന് ഇങ്ങനെ വരാൻ പറ്റുമെന്നാണ് എനിക്കും എന്നെ മനസ്സിലായില്ല ഇവന്റെ ഭാഷ. ഒന്നും പറയാൻ പറ്റില്ലടോ. ഉണ്ടോ? ചിലപ്പോ ഏത് സമയത്താണ് ഈ സാഹിത്യമൊക്കെ ആളുകളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരിക എന്നുള്ളത് ഒന്നും പറയാൻ വയ്യ. എന്നാലും വെറുതെ തെറി മാത്രം പറയണവന് ഒരു ദിവസം കഥ എഴുതാൻ പറ്റുമോ? പക്ഷെ അവൻ ഈയിടെയായിട്ട് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്, അതെനിക്കറിയാം. ആ ഇത് ഗംഭീരമായി പോയി കളറ് പടവണം അവന്റെ. അവിടെ ജമന്തി വാ. അതെ, നിങ്ങൾ അറിഞ്ഞാ? ഇല്ല അല്ലേ? എന്താ എടീ, ക്ലീറ്റസ് നമ്മൾ വിചാരിച്ച പോലെയല്ല. എന്തു പറ്റി? അവൻ ഭയങ്കര സാഹിത്യകാരനാ. അവരെ ഈ പൊതുപ്രവർത്തകരില്ലേ, അവർക്കുള്ള പിന്നെ അഖില കേരള ചെറുകഥാ മത്സരം, അതിലെ ഏറ്റവും നല്ല കഥക്കുള്ള സമ്മാനം ഇവൻ എഴുതിയ കഥക്കാണ്. പോയിട്ടായിരുന്നു ക്ലീറ്റ ചേട്ടൻ കഥ ചെയ്തുവോ? അവൻ അവാർഡ് കിട്ടി. ഇത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞേ? ഇന്നത്തെ സായന പത്രത്തിലുണ്ടെന്ന്. ശരിക്കും? അതുകൊണ്ട് അവിടെ എന്നിട്ട് നാത്തൂനൊന്നും പറഞ്ഞില്ലല്ലോ. അവരങ്ങനെ അറിഞ്ഞില്ല, പത്രം ഡെയിലി പത്രം തന്നെ കാണൂല. വാ. എന്താ അറിഞ്ഞോ? എന്താ? എടീ, ക്ലീറ്റസ് നമ്മൾ വിചാരിക്കണ പോലെ ഒന്നും അല്ലാട്ടാ. അവൻ നല്ല സാഹിത്യകാരനാ. അവൻ അവാർഡ് കിട്ടിയെന്ന്. ഒന്നും അറിയത്തോലെ നിക്കണ, ഒന്നും അറിഞ്ഞില്ലേ? അവൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, അവള് പത്രം തന്നെ വായിക്കൂല. പിന്നെയാണ് ഇതിപ്പോ സായന പത്രത്തിൽ ഞങ്ങൾ കണ്ടതാ. അവാർഡോ? ഈ രാഷ്ട്രീയക്കാർക്കുള്ള പിന്നെ ചെറുകഥാ മത്സരം നടന്നിട്ടുണ്ട്. അതില് ക്ലീറ്റോ എഴുതിയിട്ടുള്ള കഥയ്ക്കാണ് ഏറ്റവും നല്ല കഥയ്ക്കുള്ള സമ്മാനം. കാര്യം ശരി, അവനൊരു കഥയില്ലാത്തവനാണെങ്കിൽ അവന്റെ കഥക്ക് സമ്മാനം കിട്ടി. ഇവൻ അന്ന് ഇങ്ങനെ എന്തൊക്കെയോ കുത്തിക്കുറിച്ചോണ്ടിരിക്കുകയാണ്, എഴുതാണ്, അവനെന്തോ കുഴപ്പമുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ നമ്മള്. അപ്പൊ സംഗതി ഇതാണ്, ഇവൻ ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതങ്ങനെയാണ് കനക, ചിലവരുടെ ഉള്ളിലുണ്ടാവും, അത് പുറത്തറിയിക്കൂല അവര്. അല്ല, പഠിക്കുന്ന സമയത്തൊന്നും ഒരു കഴിവില്ലാത്തവനാണേ. ഉണ്ടായിരുന്നു. എനിക്ക് മറ്റേ എഴുത്തൊക്കെ തരാറുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഇങ്ങനെ കവിത പോലെയൊക്കെ എഴുതി തന്നിട്ടുണ്ട്. അതിലാണ് തങ്കം വീണത്. പിന്നെ പാട്ടൊക്കെ എഴുതി തന്നിട്ടുണ്ട് എനിക്ക്. എന്തായാലും സംഗതി ഗംഭീരായി അല്ലേ? ഒരു ആശ്വാസം, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. സംഭവം പിന്നെ എഴുത്തും വായനയൊക്കെ ഉണ്ടല്ലോ അപ്പോഴും. പിന്നെ അല്ല, ഈയിടെയായിട്ട് കുറെ പുസ്തകങ്ങൾ വായിച്ചോണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാം പഠിച്ചിട്ടാണ് അവൻ കഥ എഴുതിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരിക്കലും സമ്മാനം കിട്ടാൻ ഒരു സാധ്യതയില്ല. അല്ല, ഏതായാലും ഇത്രയും പൊട്ടയായി പോകില്ല മനുഷ്യൻ. എന്തേലും ഒരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ പൊട്ടയൊന്നുമല്ല. പക്ഷെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഈ കഥ എഴുതിയെന്ന് പറഞ്ഞപ്പോഴേ. ഇനി ഞാൻ പറയണ എന്താ അറിയോ? ഇനി ഇവനോട് ഇതാണ് അവന്റെ മേഖല, അതങ്ങോട്ട് തെരഞ്ഞെടുക്കാൻ പറയാ. ഇനി നിരന്തരം കഥകൾ എഴുതിക്കൊണ്ടിരുന്ന എന്താ പൈസ എന്നറിയോ? വീട്ടിന് കലേനെ വിറ്റ് തിന്നത് പണ്ട് മുതലേ ഇഷ്ടല്ലടാ. പ്രൊഫസർ ക്ലീറ്റസ് എന്ന് പറയണ. ഇനി എഴുത്തുകാരൊക്കെ അങ്ങനെയല്ലേ പറയണ. അയ്യോ, നീ അറിഞ്ഞല്ലേ? നിങ്ങളൊക്കെ അറിഞ്ഞോ? ഇന്നത്തെ സായാഹ്ന പത്രത്തിലുണ്ടായിരുന്നു. ഞാനും ഫാസിലെല്ലാം വായിച്ചു. ഒന്നുമില്ല, അതൊക്കെ വെറുതെ ഒരു നേരം പോകും, അത്രേ ഉള്ളൂ. അങ്ങനൊന്നും അല്ലാളിയാ. സത്യം പറഞ്ഞ ഇത്രയും വലിയൊരു സാഹിത്യകാരൻ നിന്റെ ഉള്ളിൽ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. എങ്ങനെ പറ്റണ ക്ലീറ്റസ് നിനക്ക് ഇതൊക്കെ? ഫാസിലേ, ദൈവം നമ്മൾ സൃഷ്ടിച്ചപ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും ഓരോരോ കഴിവുകൾ തന്നാണ് ഇങ്ങോട്ട് വിട്ടേക്കുന്നത്. പക്ഷെ നമ്മളത് കണ്ടെത്താൻ വൈകുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ എൻ്റെ കഴിവ് കണ്ടെത്തി, അതിങ്ങനെ പുറത്ത് ആൾക്കാർക്ക് വേണ്ടി ചുമ്മാ ഒരു നേരം പോക്ക്, അത് ആൾക്കാരിലേക്ക് എത്തിച്ചു, അത്രേ ഉള്ളൂ. സംസാരം തന്നെ മാറിയിട്ടുണ്ട്. ഭയങ്കര മാറ്റമുണ്ട്. പക്ഷെ എന്തായാലും നാത്തൂന് ഭാഗ്യമുണ്ട്. ഇനിയിപ്പോ ഒരു വലിയ സാഹിത്യകാരന്റെ ഭാര്യയല്ലേ, കേരളം മുഴുവൻ ഇനി ക്ലീറ്റോ ചേട്ടൻ അംഗീകരിക്കും. അളിയാ, ഇതൊരു നല്ല മേഖലയാണ്. കഥ എഴുത്തുകാരില്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ടോ അല്ലേ? എല്ലാവരും എഴുതിയിട്ടൊക്കെ ഏതൊക്കെയോ വഴിക്ക് പോയി കഴിഞ്ഞു. ഇനി നന്നായിട്ട് നീ ഇപ്പണ് കഥ എഴുത്ത് തുടങ്ങി കഴിഞ്ഞാൽ ഇത് മാത്രം മതി നിനക്ക് ജീവിക്കാൻ. അത് മാത്രല്ല, ഇപ്പൊ ഈ നോവലൊക്കെ എഴുതുന്നവർ ആ സീരിയലും ഒക്കെ എഴുതുന്നേ, അങ്ങനെ നല്ല പൈസ കിട്ടും. അതെ, കലയെ വിറ്റ് തിന്നാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ നിങ്ങൾ ഈ പറയുന്ന പോലെ എഴുത്ത് എന്ന് പറയുന്നത് അതൊരു നിസ്സാര കാര്യമല്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സൃഷ്ടിക്ക് വേണ്ടി ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ, ചില സമയം നമ്മളിങ്ങനെ സഞ്ചരിച്ച് ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടല്ലോ, മുന്നിൽ വെറും ഗർത്തങ്ങളാണ്. നമ്മൾ അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പതറും. അപ്പൊ നീ എന്നോട് ചോദിക്ക്. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം അളിയനെ സമീപിച്ചിരുന്നു. അപ്പൊ അളിയ എന്നെ കുഴിയിലേക്ക് തള്ളിയിടാൻ നോക്കി ആ ഗർത്തത്തിൽ. അതെ, ഞങ്ങൾക്ക് മനസ്സിലായി. അതെ, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് എത്തിപ്പെടാനായിട്ട്.
നിങ്ങളൊക്കെ അറിയാത്തൊരു സത്യം ഞാൻ പറയട്ടെ. എൻ്റെ എഴുത്തിൻ്റെ പ്രചോദനം ഉണ്ടല്ലോ, ഇത് എൻ്റെ ഈ ഇടവും ബലവും നിൽക്കുന്ന 2 പേരാ. പല സാഹചര്യങ്ങളിലും ഞാൻ ഇങ്ങനെ ബുദ്ധിമുട്ടുമ്പോൾ ഇവർ 2 പേരും എൻ്റെ മുന്നിൽ വരുമ്പോണ്ടല്ലോ അളിയാ, എനിക്കറിയില്ല എവിടെ നിന്നാണെന്ന് എനിക്ക് വാക്കുകൾ വരുന്നു, എൻ്റെ പേന അറിയാതെ ചലിക്കുകയാണ്. അയ്യോ, അപ്പൊ എന്റെ മുഖത്തുനിന്ന് കഥ എഴുതിയതാ അതൊക്കെ? അതെ. ഇനി അതൊന്നും പറഞ്ഞോണ്ട് ഇവിടെ നിൽക്കണം, നമുക്കൊരു കാര്യം ചെയ്യാം. നേരെ അകത്തോട്ട് കയറി അടി കാപ്പി എടുക്കടി. ഇവിടെ നല്ല പ്രകൃതിയുടെ നല്ല മനോഹരമായ ആ തണുത്ത മന്ദമാരുതൻ വരികയല്ലേ. കുറച്ച് കാറ്റ് ഇവിടെ നിന്ന് കൊണ്ടാലോ? വേണ്ട, നമുക്ക് അകത്തോട്ട് ഇരിക്കാം. അതാ നല്ലത്. എല്ലാവരും കാര്യം ചെയ്യാം, നമുക്ക് ആ തിണ്ണയിലിരിക്കാം. വേണ്ട വേണ്ട, നമുക്ക് അകത്തോട്ട് കയറി അമ്മാവന്റെ കസേരയും എടുത്ത് വീണ ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും. ജമന്തി